സുപ്രഭാതം. ഗുഡ് മോർണിംഗ് അപ്പ. కమలాయతలోచనలోకపతే విజయీ భవ వెంకటశైలపతే సచదుర్ముఖ షణ్ముఖ పంచముఖ ప్రముఖాఖిల దైవత మౌళిమణే ചൂടാരിപ്പോദ്രാ കുടിയണ്ടാ അമലാകുച സൂചുക കുങ്കുമതോ. അപ്പ എന്നാ ഈ 1-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വരുമെന്ന് ഇതാ പേപ്പറിൽ പോട്ടിருக்கு. ഇന്നേക്ക് 25, ഇനി 6 നാൾ. അതുക്കുള്ള വിഷയം തിരിഞ്ഞിടും. തെരിയறதுக்கு ഒന്നുമേ ഇല്ല. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അതെപ്പറ്റി കവലയേ വേണ്ട. We will see. We are going to see അപ്പ. ദേ നര രണ്ടെണ്ണം ഉണ്ട് ഫുൾ ഗ്രേ. ഭാഗ്യ നരയാക്കോടാ. ആമാ ഭാഗ്യനരയാക്കും. മുടി ഡൈ ചെയ്തപ്പോഴേ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടതാണെന്നേ ഉള്ളൂ. இந்த டை விஷயத்தை யார்கிட்ட சொல்லக்கூடாதா? சொல்ல மாட்டேன். நெவர். உன்னோட அப்பா ഡോക്ടർ ബാലസുബ്രഹ്മണ്യം വന്ന് ഒരു സ്മാർട്ട് യങ് ഫെലോ ആക്കുന്ന 4 ആൾ പറഞ്ഞു കേൾക്കുന്നത് നിനക്കൊരു അന്തസ്സല്ലടാ. പിന്നെ 4 ആൾ കേൾക്കേ അപ്പാന് മാറ്റി അണ്ണാൻ കൂപ്പിടുറേ എന്നാ അതിലെന്നാ തപ്പ്? കണ്ടാലും അങ്ങനെയല്ലേ തോന്നൂ. പാര്, നീയേ പാര്. എന്നെ നേരെ லுக் ஸ்ட்ரைட்டா. என்னோட முஞ்சிய பார்த்துட்டு இருந்தா இப்படி முதல்ல ஸ்டீரிங் ஸ்டெடி ஆகட்டும், அப்புறமா பெடல்ஸ் கொடுக்குறேன். பார்த்து அப்படி. ഹായ് ഗീതു. ഗേൾ ഫ്രണ്ടിനെ കാണുമ്പോ വണ്ടി നിർത്തണം, എന്റെ കാലിട്ടാണോ ചവിട്ടുന്നത്? ഗുഡ് മോർണിംഗ് ഗീതു. ഗുഡ് മോർണിംഗ് ബാലു മാമ. ബാലു മാമാവാ? പാളത്താറ് കൊടുത്ത് കുടുമിയും വെച്ച് കുടവണ്ടിയും ചാടിയ വല്ല വയസ്സം പട്ടരെയും വിളിക്കേണ്ട വിളി. കാൾ മീ ഹലോ ഡോക്, മാക്സിമം ബാലു അങ്കിൾ. இந்த மாமா பிசினஸ் எல்லாம் வேணாம். ஓகே ஓகே. மணியண்ணா கோர்ட்டுக்கு போயாச்சா? அப்போ കാലയിലേ പോയാച്ചേ. അപ്പോ ഡ്രൈവിംഗ് പഠിത്തം ഇവിടെ അവസാനിക്കുന്നു എന്നർത്ഥം. അനന്തര നടപടി എന്നാ? എന്നെ ഇവിടെ വിട്ടാ മതി, ഞാൻ ഗീതുവിന്റെ ഇവിടെ പോന്നോളാം. ഓ അത് ശരി. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറണമെന്ന് അല്ലേ? ശരി. സൈക്കിളിൽ ഡബിൾസ് കയറി പോലീസ് പിടിച്ച ഫൈൻ അടയ്ക്കേണ്ട പൈസ സ്വന്തം പോക്കറ്റ് മണിന്ന് കണ്ടോണം. അതുപോലെ ഗീതുവിന് 9:30 ട്യൂഷൻ ക്ലാസ് ഉണ്ട്, മറക്കണ്ട. ബൈ. താങ്ക് യു. See you, doc. B3-ലെ മിസ്സസ് വർമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കണ്ടാലും വളരെ ബെറ്റർ ആണ്. ഡോക്ടർ കൊടുത്ത മരുന്ന് കാണാൻ രാത്രി സുഖമായി ഉറങ്ങിയത്രേ. കോംപ്ലിമെന്റ്സ് മരുന്നിനാ, ഡോക്ടർക്കല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുന്നോ? വാർഡിലോ തിയേറ്ററിലോ അർജന്റായിട്ട് ഉടനെ ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, ഒരു കപ്പ് കുടിക്കാം. ക്ഷണിച്ചാൽ ഞാൻ വരും. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഈ ബാലുവിന് അറിയില്ല ശ്രീ. സന്മനസ്സുള്ളവർക്ക് സ്വാഗതം. ദാറ്റ്സ് ഓൾ. ഫ്ലാസ്ക് കാപ്പി ഇരിപ്പുണ്ട്, കപ്പ് ഇരിപ്പുണ്ട്. ഹെൽപ്പ് യുവർ സെൽഫ്. ഡോക്ടർക്കോ? ഡോക്ടർക്കോ ആവാം. കുറച്ച് മതി. എ സിപ്പ് ലെസ് ദാൻ ഹാഫ് എ കപ്പ്. ആഹാ, രാജുമോൻ അപ്പാപ്പനെ ഉരുട്ടി കളിക്ക. സിസ്റ്ററെ
ഇയാൾക്ക് ആരെ വീൽ ചെയർ ഉരുട്ടി കളിക്കാൻ കൊടുത്തേ? വീൽ ചെയർ വെറുതെ ഇരിക്കുകയാണല്ലോ, പാവത്തിനാണെങ്കിൽ നടക്കാനും വയ്യ. ആഹാ, എന്നാ ഇപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യ്, ആ സ്കാനിങ് മെഷീനും ECG യൂണിറ്റ് ഒക്കെ അവിടെ വെറുതെ ഇരിക്കുക, കൊടുക്ക് ഉരുട്ടി കളിക്കട്ടെ. അത് സാർ, പകല് ചങ്കിലെ ചോര വെള്ളാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് ഞാൻ ഈ ആശുപത്രി പണത് പുണ്യം കിട്ടാനല്ല, ചികിത്സിച്ചാ ഭേദാവില്ല എന്ന് ആശുപത്രിയൊക്കെ എഴുതി തള്ളിയ കേസാ ഈ കുഞ്ഞാലിയുടേത്. ബാലു ഡോക്ടർക്കാണെങ്കിൽ വാശി രക്ഷപ്പെടുത്തുന്നു. ആഴ്ച എത്രയായി? അങ്ങേർക്കെന്താ വാശി പിടിച്ചാ പോരെ? കാശ് പോണത് എന്റെ അല്ലേ? റൂം റെന്റോ നഴ്സിംഗ് ഫീസോ സ്കാനിങ് ടെസ്റ്റോ കാശിന് വഴിയുണ്ടോ വല്ലത് എഴുതിയെടുക്കാൻ? ഡോക്ടറുടെ സ്വന്തം പേഷ്യന്റ്, അങ്ങേരെ പിണക്കാൻ പറ്റില്ല എന്ന് കരുതിയാ ഞാൻ എല്ലാം അങ്ങോട്ട് സഹിക്കണത്. അതിന്റെ ഇടയിലാണ് ഉരുട്ടി കളിക്കാൻ വീൽ ചെയർ. വേണ്ട, അത്ര വലിയ സിമ്പതി ഒന്നും വേണ്ട. ആ റൂമിൽ നിന്റെ ലൈബ്രറി ബുക്സ് ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നീ ഇവിടെ കാണുമെന്ന്. പാലും മുട്ടയും കഴിക്കാൻ കുഞ്ഞാലിക്ക് മടിയാണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ശീലം നോക്കിയിട്ടല്ല, ആവശ്യം നോക്കിയിട്ടാണ് മരുന്നും ഭക്ഷണവും തരുന്നത്. അത് മുടങ്ങാതെ കഴിക്കണം. ഓ, എന്താ, രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? നിങ്ങളുടെ വിശ്വാസമല്ലേ പ്രധാനം? അല്ല, രോഗിക്ക് സ്വയം തോന്നണം രക്ഷപ്പെടണം എന്നൊരാശ, രക്ഷപ്പെടും എന്നൊരു വാശി, വിശ്വാസം. ഞങ്ങളുടെ ജോലി പാതി എളുപ്പമാവും. പിന്നെ കൊഞ്ചം നേരെ ആച്ചില്ല അവരെ തൊന്തരവ് പണ ആരംഭിച്ച്. വാ. കാറ് വന്നില്ലേ? എന്താണെന്ന് അറിയില്ല. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പാനം ബാക്കിൽ ഇറക്കുമോ? ബാക്കിൽ ഏതൊക്കെ? ഇല്ലേ, ശ്രീയാന്റി കാറിൽ കയറുമ്പോ. അല്ല, അതല്ലേ ഒരു മര്യാദ. ചുമ്മാ ചേട്ടാ. கல்யாணி, போன் பண்ணி சொல்ல வேண்டாம். ஸ்ரீ பாலு கார்ல ஏறி வந்துடுவாள். அப்பவே சொல்லலையா? இப்ப என்னாச்சு? என்ன மணி என்ன இது? കോർട്ടിന്ന് വരുന്ന വഴി കാർ റിപ്പയർ ആச்சு. പാര് ബാലു, ബാരിസ്റ്റർ വിശ്വേശ്വരയ്യരോட ജൂനിയർ സീനിയർ അഡ്വക്കേറ്റ് മണിശങ്കർ BAMLോட കോലത്തെ പാര്. അവനവന്റെ കാറ് കേടായാൽ കഴിയുന്നത് അവനവൻ തന്നെ ഒരു കൈ നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യാവൂ. அதுதான் நம்ம policy. என்ன உனக்கு உடம்புக்கு ஏதாவது வந்தா தனியா தானே ட்ரீட்மெண்ட் நடத்துறது, அல்லாத உடனடியா ஹாஸ்பிடலுக்கு போகிறது கிடையாதே. ஆமா, ஆனா பாலுவோட ப்ரொஃபஷன் வந்து டாக்டர் ஆக்கும். உங்களோட ப்ரொஃபஷன் என்ன? கார் மெக்கானிக்கா, அட்வொகேட்டா? வாடா ராஜு. பாலு நீயும் வா, டிஃபன் சாப்பிட்டுட்டு போலாம். ஐயோ வேண்டாம் வேண்டாം, പുതിയ റെസിപ്പി നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കേറിയോ പാചക പരീക്ഷണം, അത് പേടിച്ചല്ലേടാ ഞാൻ ഈ കാറിന്റെ അടിയിൽ നടക്കാതെ കിടക്കുന്നത്. ஐயோ ரஷ்மி, உனக்கு என்ன ஆச்சு? இவளோட மேரேஜ் ஃபிக்ஸ் பண்ணிட்டு 2 வாரம் தானே ஆச்சு. அதுக்குள்ள பாரு மெலிஞ்ச பகுதியாയി. ഇനി ഒരു ഫുൾ മന്ത് ഇരിക്ക കല്യാണത്തിക്ക്. ഇങ്ങനെ പോയാലേ പയ്യനെ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ഓ ബാലുമാമ. ശരി. ഓ ശരി. ഏയ് உள்ள ஊத்தி குடுக்கறான், அப்பம் குடிக்கிறான். ஆண்டவா, குடிக்கிறதோ பேய் தண்ணி. என்னால இதெல்லாம் பார்த்துட்டு இருக்க முடியாதுடா. கடவுளே, ஏன் தான் இப்படி இதெல்லாம் சாப்பிட்டு உடம்ப கெடுத்துக்கிறானோ.
ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് നീ എന്താ പറഞ്ഞേ? എന്ത്? നീ തെളിച്ചു പറയണമായിരിക്കും. ശ്രീലക്ഷ്മിയും കൂട്ടി തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് എന്താ പറഞ്ഞതെന്ന്. ഓ അതോ? അത് തന്നെ. അത് വന്ന് അപ്പാ, ഇതുവരെ ഒരു കാര്യവും ഞാൻ ഉങ്കിട്ട് മറച്ചതില്ല. ആ. എന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിന്റെ അടുത്ത് എന്ത് മറച്ചു എന്നാണ്? സത്യം പറയേ, ശ്രീയാണ്ടി உங்களுக்கு പിടിക്കலையா? ചിരിച്ചങ്ങുഴപ്പല്ലേ? ഉങ്ങളെ കണ്ട വലിയ പ്രായമൊന്നും തോന്നാതെ. യു ആർ സ്റ്റിൽ യങ് അപ്പാ. പിന്നെന്താ രാജു? യേസ് അപ്പാ. ശ്രീയാണ്ടിക്ക്, മണിമാമയ്ക്ക്, എനിക്ക് എല്ലാവർക്കും അത് ആഗ്രഹമാണ്. ഉங்களுக்கும். ஆனா நீங்க எதுக்கு அது உங்ககிட்ட இருந்து மறைக்கிறீங்க? ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു നല്ല അസോസിയേറ്റ്, പുറത്ത് അതിലും നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെയും നീ അടക്കം മറ്റുള്ളവരുടെയും മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷെ എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം അത്തരത്തിലുള്ള ഒരു അടുപ്പമായി ഇനി മാറിയിട്ടില്ല. ഇപ്പോ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്റെ അമ്മ, എന്റെ രുക്ക് മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചൊരു വലിയ ചുമതല നിന്നെ വളർത്തി ഒരു നിലയിലാക്കുക. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും ഈ അപ്പാവുടെ മനസ്സിലിടമില്ലടാ കണ്ണ. സത്യം. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടറെ അർജന്റായിട്ട് ലൈനിൽ കിട്ടണം. 1 മിനിറ്റ്. അപ്പാ അപ്പാ, ഫോൺ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഹലോ, ഡോക്ടർ ഹിയർ. ഡോക്ടർ ശിവദാസ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ. എന്ത് പറ്റി? കുറച്ച് ക്രിട്ടിക്കലാണ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾ അജിറ്റേറ്റഡ് ആണ്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ഡോക്ടർക്ക് കൊടുക്കാം. ഹലോ, ഡോക്ടർ സേതു ഹിയർ. ഹൗ ഇസ് ദ പേഷ്യന്റ്? പെർഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നും പറയാൻ വയ്യ. ഒരു എമർജൻസി സർജറി വേണ്ടി വരും. ഡോക്ടർ കൂടി വന്നാലേ. ഞാനിതാ വരുന്നു. പ്രിപ്പയർ ദ പേഷ്യന്റ് ഫോർ ദ സർജറി. കയ്യബദ്ധം പോലും മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? രാജു, ഇറങ്ങാം. ശ്രീയാണ്ടി റെഡി ആയിരിക്കാൻ പറ. ഞാൻ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാം. ശരിപ്പാ. മനപ്രയാസം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ അതൊന്നും സാരമാക്കരുതെന്ന്. അച്ചായന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. ജീവൻ രക്ഷപ്പെടുത്തുന്നതും കൈവിട്ടു പോകുന്നതുമെല്ലാം മുകളിലൊരാളുണ്ട്. അവിടുത്തെ തീരുമാനമാണ്. ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നു എന്ന് മാത്രം. ഈ ഡോക്ടറുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൈ അബദ്ധവും. രണ്ടും മനഃപൂർവ്വമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ദയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വർഗത്തോട് കാണിക്കണം. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും. ഞാൻ അപ്പോഴേ പറയുന്നതാണ് ഇവരോട്, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ആശുപത്രി ആണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുമെന്ന്. മിസ്റ്റർ കുര്യാക്കോസ്, ഈ എമർജൻസി ഓപ്പറേഷന്റെ ഒരു എക്സ്പെൻസും പേഷ്യന്റിനെ ബില്ല് ചെയ്യാൻ പാടില്ല. തൃപ്തിയായില്ല സാർ, ചായ. ഹലോ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യ ഹിയർ. ഇത് മലയാള മനോരമയിൽ നിന്നാണ്. അവർ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബട്ട് ഫോർ വാട്ട്? +2 പബ്ലിക് എക്സാമിനേഷന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. ആ. മകൻ
രാജു വിശ്വത്തിനാണ് ഫസ്റ്റ് റാങ്ക്. റിയലി? യെസ് ഡോക്ടർ. മറ്റാരെങ്കിലും പറഞ്ഞ് വിവരം അറിയുന്നതിന് മുമ്പേ അറിയിക്കുവാൻ വേണ്ടിയാണ് ഡോക്ടറെ ഞങ്ങൾ ഇത്ര രാവിലെ തേടി പിടിച്ചത്. താങ്ക് യു. അതെ, എന്നാണ് ഡോക്ടറുടെ സെലിബ്രേഷൻ? സെലിബ്രേഷൻ? ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആണ്, പാർട്ടി വേണം. ഓ, പാർട്ടി ഷുവർ, എനി ഡേ എനി ടൈം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Cheers to the most brilliant youngster of the country. നീ കൊഞ്ചം Ladies and soft drinks parties എല്ലാം അങ്ങേ, hot drinks എല്ലാം ഇങ്ങേ. എക്സൈസ് ഒക്കെ അപ്പുറത്ത് അങ്ങേ. പോന്നാ not for you. Balu, അയല any more brandy? Yes. One more. Ladies and gentlemen, your attention please. എല്ലാവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. ഇവനോടൊരു ചോദ്യം. ഇവന്റെ ഗ്രാൻഡ് ഫാദർ താത്ത, എന്നോട് സീനിയർ ബാരിസ്റ്റർ വിശ്വേശ്വരയ്യർ ഒരു പുലിയായിരുന്നു, പുലി. അദ്ദേഹം കൂട്ടിൽ നിൽക്കുന്ന സാക്ഷിയോട് കൈചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ എതിർഭാഗം വക്കീൽ കാണാതെ പഠിപ്പിച്ച നുണകളൊക്കെ മറന്ന് ഉള്ള സത്യം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമായിരുന്നു. ഗ്രേറ്റ് മാൻ. പിന്നെ ബാലു, ഇവനുടെ അപ്പ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മനസ്സുറപ്പിച്ച് കത്തിയെടുത്ത് പേഷ്യന്റിന്റെ ദേഹത്ത് വെച്ചോ, കടവുൾ എഗൻസ്റ്റ് തീരുമാനിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആ പേഷ്യന്റ് രക്ഷപ്പെടും. അതിന്റെ ഒരു വെടികേട്ടിന്റെ പുറത്തല്ലേ ഈ കുര്യാക്കോസിന്റെ ആശുപത്രിയും രക്ഷപ്പെട്ടു പോണത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ചാണം കാര്യമായിട്ട് സംസാരിക്കുന്നു. சொல்லடா, ഒരു പെരിയ വക്കീൽ, ഒരു പെരിയ ഡോക്ടർ, ഉനക്കിതിൽ ഏതാകാനാ ഇഷ്ടം? വക്കീലോ ഡോക്ടറോ? சொல்லடா. രണ്ടുമല്ല. പിന്നെ എനിക്കൊരു എഞ്ചിനീയർ ആകണം, an architect. ഈ എഞ്ചിനീയറിംഗ് ലൈന് ഊച്ചു കുഴപ്പമില്ലാട്ടോ. ഒന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ ശരിക്കായിട്ട് വരാം. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടും അതെ, ശരിക്കായിട്ട് വരാം. என்ன ചിക്കൻ ഫ്രൈ. കുര്യാക്കോസിന്റെ ഏർപ്പാടാ, തുറക്ക. என்ன மணியண்ணா, இதெல்லாம் வீட்டுக்குள்ள ஏத்தக்கூடாது. അതെനിക്ക് தெரியாதா? നമ്മൾ ബ്രാഹ്മണാൽ ആത്തുക്കുള്ളേ വന്ന് സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആക്കും. ആനാ പുറത്ത് ഔട്ട്സൈഡ് ദ ഫോർ വാൾസ് കുറച്ച് നോൺ വെജിറ്റേറിയൻ ഒക്കെ ആവാം. അതിൽ തപ്പ് കിടയാത്. മണിയണ്ണാ, കള്ള് കുടിക്കുമ്പോ അല്പം എരിവും പുളിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ സാമ്പാർ വട, തൈര് വട അതൊന്നും പോരാ, ഇതിനു മുമ്പ് നിൽക്കില്ല. അതിനാൽ ഇതിൽ തപ്പു കിടയാത്. ராஜுவுக்கு டிஸ்டிங்ஷன் கிடைச்ச அக்கௌண்ட்ல இன்னைக்கு 4 பேருக்கு ஜாஸ்தி சாப்பிட்டுருக்கேன். அந்த ஒரு கிரவுண்ட் சப்போர்ட்ல எனக்கு உன்னோட கொஞ்சம் பேசணும். മണിയണ്ണ, അണ്ണൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. യെസ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശ്രീ, എന്റെ ശ്രീലക്ഷ്മി என்னோட ஒரே ஒரு தங்கச்சி. யூ நோ her entire past. சின்ன வயசுல இருந்தே உனக்கு அவளை தெரியும். MBBS பாஸ் ஆகி அதுக்கு
മേലെയും പഠിക്കണമെന്ന് ആശപ്പെട്ട MS முடிஞ்சாச்சு. அப்போதான் வெளியூர் போய் படிக்கிறதுக்கு ஸ்காலர்ஷிப். அவளோட ஒரு ஆசைக்கும் நான் எதிர் சொல்ல மாட்டேன். படிப்பு முடிச்சு திரும்பி வரும்போ அவக்கு வயசு 28. முதல்ல പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്ഡ് பண்ணணும் ഒരേ വാശി. ശരി ആകട്ടും നനച്ചതാ അവളെ നിന്റെ കൂടെ ജോലിയിലാക്കിയത്. വർഷം പിന്നെയും 2 മാരേജ് വേണ്ടാന്ന് ശ്രീ சொல்லலே. ആനാലും தெரியுமே வர்ற ப்ரொபோசல்ஸ் ஒன்றும் அவக்கு பிடிக்காது. அவளோட இஷ்டம் தானே முக்கியம். ஆனா இனியும் கல்யாணம் டிலே பண்றது பெரிய தப்பா போயிடும். எனக்கு தெரிஞ்ச வரைக்கும் இஃப் വാട്ട് ഐ ഗെസ് ഈസ് കറക്റ്റ്, അവൾക്ക് ഇണങ്ങുന്ന അവൾ ആഗ്രഹിക്കുന്ന പുരുഷൻ ഞാനാണ്. രുക്മിണി മരിച്ചിട്ട് 14 വർഷത്തിന് മേലായി. ഇനിയെങ്കിലും നിനക്കൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചൂടെ ബാലു? ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. അയനോ രുക്മിണി എന്നെ വിട്ടു പോകുമ്പോ ഇതിനേക്കാൾ ചെറുപ്പമായിരുന്നു ഞാൻ. അന്നും അതെ ഇന്നും അതെ. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ മണിയണ്ണ. അവൻ എത്തേണ്ടടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യമാകുമ്പോ പെർഹാപ്സ് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു എന്ന് വരാം. അന്ന് ഒരുപക്ഷെ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വൈകിപ്പോയെന്ന് വരാം. ഞാൻ ദുഃഖിക്കില്ല. ഐ വോണ്ട് റിഗ്രറ്റ്. അതുവരെ എന്നുവരെ എന്നുറപ്പ് പറയാൻ പറ്റാത്ത ഒരു അവധി വരെ ഒരാളെയും കാത്തു നിർത്താൻ എനിക്കാവില്ല. ഐ കാൺട്ട്. ഫർഗീവ് മീ അണ്ണ. ஐ அண்டர்ஸ்டாண்ட். கடவுள் என்னமோ ஆல்ரெடியா டிசைட் பண்ணி வச்சிருக்கு. அதுதானே நடக்கும். കണ്ണാ രാജു വേണ്ട, ഞാൻ വഴക്കാ, പേശ മാട്ടെ. ഇന്ന് എത്ര പെഗ് കഴിച്ചു? ഇന്നോ 1 2. 2 രണ്ടല്ല, സാധാരണ കോട്ട 2 പെഗ്. ഇന്ന് ആ 2 പെഗ്ഗുക്കും മേലെ ഒരു 4 പെഗ് കൂടെ. അവളോതാൻ എന്നോട് ചെയ്തിരുന്ന പ്രോമിസ് എന്താണ്? ദിവസവും 2 പെഗ്. അതുക്ക് മേലെ എന്നിട്ടാണ് ഇന്ന്? ഇന്നോ ഇന്ന് ഞാൻ കുടിക്കും. 2 അല്ല 20 പെഗ് ഞാൻ കുടിക്കും. വേണ്ടി വന്നാ ഇനിയും ഞാൻ കുടിക്കും. ഇന്ന് എന്നോട് പുള്ളേ ബാരിസ്റ്റർ വിശ്വേഷ് അയ്യരുടെ മകൻ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തോടെ സൺ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായതോടെ സെലിബ്രേഷൻ ആക്കും. എത്ര നാളാണ് എതിർപ്പാത്ത ഒരു ഗോൾഡൻ മോമെന്റ് ആണെന്ന് അറിയാമോടാ കൊച്ചു കഴുതേ. ഐ ആം ഹാപ്പി. ഐ ആം ദ ഹാപ്പിയസ്റ്റ് ഫാദർ ഓൺ ദിസ് ഹോൾ എർത്ത്. ഞാനിന്ന് കുടിക്കും. കുടിച്ചോ, നേരം എടുക്കുന്നവരെ കുടിച്ചോ. ഇവിടെ വാ. நான் தெரியாம கேக்குறேன். நம்ம 2 ஆளுக்குள்ள யாரு புள்ள யார் அப்பா? நீ புள்ள தானே? അല്ലാതെ എന്നോട് അപ്പ ബാരിസ്റ്റർ വിശ്വേശ്വർ അയ്യർ ഇല്ലേ? അപ്പോ നിലത്ത് നിൽക്കേ, എന്നെ കേറി ഭരിക്കാതെ പുത്ര. നിന്റെ വിജയം ഈ പാവം തന്ത ഒന്ന് ആഘോഷിച്ചോട്ടെ. ആഘോഷിച്ചോ, പക്ഷെ കണ്ടു നിൽക്കാൻ ഞാനില്ല. രാജു വേണ്ട. വേണ്ട, പോ. നിനക്ക് അത്ര വാശിയാണെങ്കിൽ എനിക്കും ഉണ്ട് വാശി. ഞാൻ എന്താ അത്ര മോശക്കാരനാ? ഞാനും പോവും എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. நீயே சொல்லுறக்கும். இன்னைக்கு ஒரு நாள் எனக்கு இந்த அளவுக்கு குடிக்கிறதுக்கு அர்ஹதை இல்லையா? இதுக்கு நம்ம புள்ளை ஃபர்ஸ்ட் கிளாஸ்ல ஃபர்ஸ்ட் ஆயிடுச்சடி, ஃபர்ஸ்ட் ரேங்க். நம்ம ராஜு அவனை பற்றி നീ നനച്ചിരുന്നതുക്ക് ഒരു പടി മേലെ അവൻ വന്നാച്ച്. പക്ഷെ ഈ സന്തോഷം പങ്കിടാൻ നീ എന്റെ കൂടെ ഇല്ലാതായി പോയല്ലോ. നീ ഗർഭിണിയാണെന്ന്
നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം നീ ഓർക്കുന്നൊരുക്കൂ. The argument presented by the public prosecutor is totally irrelevant and immaterial. Hence, the case may please be dismissed and my client be acquitted. வாடா பாலு, வா 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 வா, வந்து உட்காரு வா. வேண்டப்பா, நீ இன்னைக்கு லீவுக்கு வருவாய்ன்னு எனக்கு தெரியும். அதனாலதான் நோக்கு லெட்டரே போடல. வந்த அப்புறம் விஷயத்தை சொல்லிக்கலாம்னு இருந்தேன். விஷயமா? வாங்கோ, டாக்டர் பாலசுப்ரமணிய ஐயர்வாள். வாங்க, வந்து பக்கத்துல உட்காருங்க. பாடா வந்து உட்கார்ற. உட்காரு. பாலு, இன்னில இருந்து நீ என்கிட்ட எதிரா உட்கார்ந்து பேசலாம். ஏன்னா நீ ஒரு ஆம்பளையை நிரூபிச்சுட்டே. என்னடா மணி கதகளி ஆடிட்டு இருக்காய்? அல்ல, பாலுவுக்கு விஷயம் புரியலே போல இருக்கு. மடையா, நீ ஒரு குழந்தைக்கு அப்பாவாக போறாய். ஞானா? ஆ. அப்படியா? ஓடுறான் பாரு, ஓடுறான். எனக்கு சொல்லடி. இதோ வர்றா பாலு, இனிமே உனக்கு ஏதாவது வேணா என்ன கூட்டு கேளு. சும்மா சும்மா அவளை கூப்பிடாத, தெரிஞ்சுதா? ஏடா, பொம்பளைங்க இருக்கிற இடத்துல உனக்கு என்ன வேலை? போடா போடா. என்னண்ணா? என்னது? பாட்டி, வாடா, ஒரு நிமிஷம். கொஞ்சம் இரு. வெளியில வர. வா. என்னங்க இது? இது நியாயமா? பொண்டாட்டி கர்ப்பம் ஆகிற வரைக்கும் புருஷன் வேணும். அதுக்கப்புறம் எனக்கு நோ அட்மிஷன். நான் வெளியில. இது எங்களோட மரியாதை. ഇത് ശരിയാവൂല. அப்படிலாம் சொல்லாதீங்கோ. இது நம்ம ஆச்சாரமாச்சே. ആചാരം മണ്ണാങ്കട്ടി ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. இதுக்குள்ள ஆண் குழந்தையா பெண் குழந்தையா? உங்களுக்கு ஏதா ஆசை? ஆண் குழந்தையா இருந்தா பெட்டர். ஆனா பெண் குழந்தையா இருந்தாலும் அட்ஜஸ்ட் பண்ணலாம். கவலைப்படாதீங்க, ஆண் குழந்தை தான் பிறக்கும். நான் கடவுள்கிட்ட வேண்டிக்கிறேன். ஏய் பாலு, ஏண்டா உன் மனசுல என்னதான் நினைச்சிட்டு இருக்க? மன்னிச்சிடுங்க, இவகிட்ட ஒரு வார்த்தை பேசணுங்கிற ஆசையால தான் நான் இங்க வந்தேன். ஏய், அவ புள்ளையான் இருக்காடா. ஆண்டவா, ஆண்டவனான பாட்டியான இவளான நானான இனி வரமாட்டேன். வரமாட்டேன். என்ன பேச்சு பேசுறமா? போடா மேல. கீழே வந்த நீ எதுக்கு வெளில வந்தாய்? எனக்கு தெரியாது பாட்டி. சமத்து என் கண்ணு இல்ல, அழப்படாதுமா. வா, இனிமே வெளில வரப்படாது. போடா மேல. கீழே வந்த கொண்டு விடுவேன. காலை ரெண்டு வெட்டி விடுவேன், வெட்டி. ஆமா சொல்லிட்டேன். ராஜு, சாரிடா. இனிமே அப்ப லிமிட் தெட்டிக்கல. ப்ராமிஸ். 2 பெഗ്. அதுக்கு மேல நீ நிர்பந்திச்சு ஒழிச்சு வந்தா கூட நான் டச் பண்ண மாட்டேன். வா, எழுந்துரு. அந்த அப்பா கூட பெட்ல படு. எழுந்துரு கண்ணா. ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. എന്നമോ? അപ്പ എന്താ ഉറങ്ങാത്തത്?
നീ വഴക്കിട്ട് പോയി കിടന്നപ്പോ ഓരോന്നോർത്തിരുന്ന് ഉറക്കങ്ങോ പോയി. എന്താ ഓർത്തിരുന്നത്? ഓർത്തിരുന്നതോ, നിന്നെപ്പറ്റി, നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി കളഞ്ഞ നിന്റെ അമ്മയെ, എന്നോട് രുക്കുവെ പറ്റി. അമ്മാവെ പറ്റിയാ? ആമാണ്ട, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. രുക്കുവെ ഞാൻ ആദ്യമായി കാണാൻ പോയത്. മുതൽ തരവ പാത്തതാ? സൊല്ലുപ്പാ. എത്രയോ തവണ നിന്നോട് ആ കഥകൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. മുതൽ തരവ പാത്തത് മറ്റും സൊല്ലല. സൊല്ലല്ലേ? സൊല്ലേണ്ട. ഞാൻ MS പഠിക്കുന്ന കാലം ഒരു ദിവസം ഒരു എഴുത്ത്. യെസ്, ഫ്രം ദ ഗ്രേറ്റ് വിശ്വേശ്വര അയ്യർ. ആ വരുന്ന ശനിയാഴ്ച വീട്ടിലെത്തണമെന്ന്. വിശ്വേശ്വര അയ്യർ എന്ന് പറഞ്ഞാൽ ആര്? സാക്ഷാൽ പുലി. യെസ്, പുലിയുടെ ഓർഡർ ആക്കുമേ. എന്തിനെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. ശനിയാഴ്ച രാവിലെ വീട്ടിൽ ഹാജർ. புறப்படுற வேலைக்கு எதையாவது துணைச்சுட்டு என்னத்தடா தேடிட்டு இருக்காய்? மணி, கோர்ட்டுக்கு நாழியாச்சு, புறப்படு. இந்த வர்றேண்ணா. பாலுவா வா. பாலு, நாளைக்கு சுசீந்திர வைத்தியோட பொண்ணை உனக்காக பெண் பார்க்க போறோம். ரெடியா இருக்கணும், தெரியறதா? சொன்னது காதுல விழுந்தா இல்லையா? கேட்டதா? அப்புறம் ஏன் அந்த மாதிரி முடிச்சுட்டு இருக்காய்? ரெடியா இருக்கணும். மணியண்ணா, எந்த வைத்தி, எந்த பொண்ணு? நீ போய் ஒரு வேண்டு பிராண்டி வாங்கிட்டு வா, அப்ப சொல்ல. எந்த பொண்ணு? நீ வாங்கிட்டு வா, அப்ப சொல்ல. முடியாது, முடியாது, மாட்டேன், முடியாது, போக முடியாது. இதை வந்துட்டேன். மணியண்ணா சொல்லு. மணியண்ணா என்ன மணியண்ணா? மீன் மீன். சொல்லு மணியண்ணா ப்ளீஸ். மாட்டேன். என்னது மேக்டவல்ஸ் பிராண்டியா? சொல்றா. சொல்லுவா. பொண்ணு வந்து சொல்லு மணியண்ணா. பொண்ணு வந்து BA காரியாக்கும். சரி, பேர் என்ன? ருக்மிணி. பொண்ணுடைய அப்பா வைத்தியநாத சுவாமிகள் வந்து சுஜீந்திரத்திலே பெரிய ജമീന്ദാർ. അപ്പാ, ശുചീന്ദ്രം വൈത്തി എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാർട്ടീസ് മൊത്തം സാക്ഷാൽ പട്ടിക്കാടായിരിക്കുമെന്ന്. പെണ്ണ് മറ്റും താ BA, ബാക്കിയെല്ലാം നീ നനച്ച മാതിരി പട്ടിക്കാടാക്കും. അത് സാരമില്ല മണിയണ്ണ. പൊണ്ണെങ്ങനെ? പൊണ്ണ വൈദ്യസ്വാമിയുടെ ഒരേ ഒരു വാരിസ്. 4 ഏക്കർ സ്ഥലത്താക്കും മടവിരിക്കരുത്. നിറയെ സ്വത്ത് വേറെ പോരാതാ. അതല്ല മണിയണ്ണ, പൊണ്ണ് കണ്ടാൽ എങ്ങനെ? പൊണ്ണ പൊണ്ണ് കണ്ടാൽ അത് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. മണ്ണാ കിട്ടി. വേവോളം കാക്കാമെങ്കിൽ ആറുന്നവരെ കാത്തുവിടാ ബാലു. നാളെ കാണാൻ പോകുമ്പോ പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാ യോ കൂടെ വെറുതെ പുലിയാക്കുമേ. അപ്പാ മുന്നാടി എനക്ക് നാക്ക് വരാതെ. മണ്ടത്തരം ഒന്നും ചോദിക്കില്ല എന്ന് ഗ്യാരണ്ടി തന്നാൽ അപ്പാവ് കിട്ട ചൊല്ലി അന്ത പേച്ചയ്ക്ക് ഞാൻ പെർമിഷൻ വാങ്ങി കൊടുക്കറേ. നിജമാവാ? നിജമാ. അപ്പൊ ഒരു 4 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പവേ പ്രിപ്പയർ പണലാം. 4 ക്വസ്റ്റ്യൻസ്. നമ്പർ 1, ഏത് കോളേജിലാണ് പഠിച്ചത്? നമ്പർ 2, ഏത് വർഷം? നമ്പർ 3, BA കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് MAക്ക് ചേരാതിരുന്നത്? ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4, ഡേ സ്കോളർ ആയിരുന്നോ അതോ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു? തരക്കേടില്ലാത്ത 4 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം കാണാതെ പഠിച്ച് നേരം വെളുക്കുമ്പോ ഞാൻ റെഡി. കാണാതെ പഠിച്ചിട്ടോ? പിന്നല്ലാണ്ട്. എടാ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് കാണാൻ പോവുകയാണ്. അല്ലാതെ നിന്നെ പോലെ കോണം കൊടുക്കുന്ന സമയം തൊട്ട് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കൂടെ കെട്ടിമറിഞ്ഞ് വളർന്ന ഒരു സെറ്റപ്പ് ആയിരുന്നില്ല എന്റേത്. നീ വന്ന് എന്നോട് പാവ ഒരു പൂനെയുടെ പയ്യൻ, ഞാൻ വന്ന് പുലി വിശ്വേശ്വര അയ്യരുടെ പയ്യൻ. அந்த டிஃபரன்ஸ் இருக்கும் നമ്മൾ തമ്മിൽ. എടാ, പുലിയുടെ ഒരു ഒറ്റ നോട്ടം മതി, ഞാൻ അങ്ങ് പെടുക്കമേ. എന്നിട്ട് பெரியவா கால்ல விழுந்து நமஸ்காரம் பண்ணிக்கோமா, ஆசீர்வாதம் வாங்கிக்கோ.
உன் பேர் என்னம்மா? ருக்மிணி. அழகான பேர். எந்த காலேஜ்லயாக்கும் நீ படிச்சது? ஆர்ட்ஸ் காலேஜ்ல. எந்த வருஷம்? 74. பின்னையே மேல எம்ஏ படிக்கலை? அது வந்து அது அந்த കോളേജില് അവ പഠിക്കുന്ന സബ്ജക്റ്റില് എം എ കിടയാത്. വെളിയൂർക്ക് വിടുறதுக்கு മനസ്സ് വരലേ വിശു. ഒരേ ഒരു பொண்ணல்லவா? கரெக்ட் வைத்தி, கரெக்ட். ஏமா அப்படின்னா நீ டே ஸ்காலரா இருந்துதான் படிச்சிருக்கணும். ஏன்னா ஹாஸ்டல்ல விடுறதுக்கு வைத்திக்கு மனசு வந்திருக்காது இல்லையடா மணி? சார் ஆமா, அப்போ கல்யாணம் ஆனதுக்கு அப்புறம் பொண்ணே நம்ம ஆத்துக்கு அனுப்ப மனசு வருமோ? பாலுவுக்கு அவனுக்கு என்னடா பொண்ணோட ஏதாவது பேச வேண்டியிருந்தா? அந்த மாதிரி கெட்ட பழக்கமெல்லாம் என் பையனுக்கு கிடையாது. ஆனாலும் நம்ம முன்னாடியே ஏதாவது பேச வந்திருந்தா பேசலாமே. பேசுறதுக்கு என்னடா இருக்கு? ஏடா ராஸ்கல், என்ன நினைச்சிட்டு இருக்க? என் பிள்ளைய நான் அப்படியே வளர்த்திருக்கேன். இந்த மாதிரி பெரியவாளோட வந்து பொண்ணை பாக்குறது சரி. ஆனா கல்யாணத்துக்கு முந்தையே பொண்ணோட தனியா பேசணுங்கிறது, கல்யாணத்துக்கு முந்தையே பொண்ணை அழிச்சுட்டு வெளியில போகணுங்கிறது, இதெல்லாம் அசிங்கம்டா, அசிங்கம். பொண்ணுக்கு பேச தெரியும், நாம எல்லாரும் கேட்டாச்சு. கைகால ஊனம் இல்லாம நன்னா இருக்கா, நடந்தே காட்டி விட்டா. பாக்கி விஷயங்களை நானும் வைத்தியம் தானே பேசிக்கணும். டேப்பா பாலு, ஏதாவது கேட்டுக்கோ. வேணாப்பா. பாத்தியா வைத்தி எப்படி இருக்கா என் பிள்ளைன்னு? உன்ன மாதிரி முட்டாள் இல்ல அவன். ஐயோ, பாலுதான் என்கிட்ட அவன் சொல்லியாச்சு பொண்ணோட பேசணும், அப்பா கிட்ட பெர்மிஷன் வாங்கி கொடுக்கணும்னு. உன்னோட சேர்ந்து அவனும் முட்டாளாயிட்டான். என்ன கேட்கணுமோ கேட்டுக்கோ. വേറെ ചോദ്യമൊന്നും സ്റ്റോക്കില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് കാലി. പുതുതായി വല്ലതും ആലോചിച്ചുണ്ടാക്കി വെറുതെ വാല് മുറിഞ്ഞ് ചളവാണ്ടെന്ന് വിചാരിച്ചു. സിമ്പതി കിട്ടാൻ കുറച്ച് ഹ്യൂമർ വിളമ്പാന്ന് കരുതി. എന്നിട്ട് நான் கேட்க நினைச்சதெல்லாம் அப்பாவே கேட்டாச்சு. அதுக்கு மேல கேட்கறதுக்கு எனக்கு ഒന്നുമേ ഇല്ല. ഷൈൻ ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് പുലിയുടെ ഒറ്റ കാച്ച്. അതോടുകൂടി ഞാൻ തവിട് പൊടി ഫിനിഷ്ഡ്. இத பாரு பாலு, இதே கேள்விகளை 30 வருஷத்துக்கு முன்னால நான் பொன் பார்க்க போன போது அலமேலுவை, அதான உங்க அம்மாவை கேட்கணும்னு தயார் பண்ணி வச்சிருந்தேன். ஆனா பாரு, உங்க தாத்தா ஹரிஹர பாலசுப்ரமணியம் எல்லா கேள்வியும் அவரே கேட்டுட்டார். எனக்கு இன்னைக்கு தான் சான்ஸ் கிடைச்சிருக்கு. நீ கவலைப்படாத, உனக்கும் ஒரு நாள் நிச்சயமா சான்ஸ் கிடைக்கும். கேள்விகள் எல்லாம் நல்லா நோட் பண்ணி வச்சிருந்து அப்ப கேளு. നോട്ട് പണി വെച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് പെണ്ണ് കാണാൻ പോകുമ്പോ വേണ്ടേ ചോദിക്കാൻ? ആരോട്? ഗീതുവിനോടോ? അവളെന്നെ കുഞ്ഞനം കുത്തി കാണിക്കും. മൈ ചാൻസ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. அப்புறம் என்னாச்சு அது சொல்லுப்பா. அப்புறமா சொல்றேன்டா. അമ്മ BA കാരിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കള്ളി പുറത്തായത്. എന്ത്? അത് വന്ന് BA മ്യൂസിക് ആക്കുമെന്ന്. அப்படியா? നിങ്ങളുടെ ലൈഫ് അപ്പോ ഭയങ്കര മ്യൂസിക്കൽ ആയിരുന്നിരിക്കും ഇല്ലേ? യെസ്, ரொம்ப മ്യൂസിക്കൽ. ഒരു കനവ് മാതിരി മ്യൂസിക്കൽ ലൈക്ക് ഇൻ എ ഡ്രീം. അങ്ങനെ രശ്മിയുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം ഒരു സുഖമില്ല, ജസ്റ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ലെവലിന് മുകളിൽ പോയില്ലെന്ന്. മണിയണ്ണെ വിളിച്ച് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അല്ല, നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ആയാ പോരെന്ന്. ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ അപ്പാ ഒരു ഡിസ്റ്റിങ് ടോൺ? ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് മനസ്സിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഗ്രൻ.
ഗിന്നസ് ബുക്കുകാരെങ്ങാനും കണ്ടാൽ അപ്പെടുത്ത് റെക്കോർഡ് ചേർക്കും. അതെന്നടാ അത്ര ഉഗ്രൻ? ഹായ്, രാജു വിശ്വം, ഗ്രാൻഡ് സൺ ഓഫ് ലേറ്റ് ബാരിസ്റ്റർ വിശ്വേശ്വര അയ്യർ, കോർഡിയലി ഇൻവൈറ്റ്സ്. ആ അത് ശരി. അപ്പൊ എന്നോട് പേരില്ലേ? എന്നെ തഴഞ്ഞു. മുഴുവനും കേൾക്കപ്പാ. പറ പറ. Cordially invites the pleasure of your company with family and friends on the happy occasion of the long cherished marriage of my beloved father, Dr. Balasubramaniam, with Saubhagyavati, Dr. Sri Lakshmi. அப்பா கல்யாணத்துக்கு புள்ளையோட இன்விடேஷன். அது நோவல்ட்டி கிடையாதா? നല്ല കിഴക്ക് വെച്ചെന്നുണ്ടല്ലോ. பையன் வந்து அப்பாவோட கல்யாணத்துக்கு லெட்டர் டிராஃப்ட் பண்ற கடவுளே. அப்பா ஒரு டவுட். அதென்ன திடீர்னு ஒரு டவுட்? அம்மாவை பொண்ணு பார்த்ததுக்கு அப்புறம் கல்யாணத்துக்கு முன்னாடி நீங்க அம்மாவுக்கு லவ் லெட்டர் ஒன்றும் போடலையா? சொல்லுப்பா ப்ளீஸ். போட்டேன்டா. ஆனா லவ் லெட்டர் கிடையாது. புலிയുടെ കണ്ണിലെങ്ങാനും പെട്ടാലോ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അതിൽ റൊമാൻറ്റിക് ഒരു വരി അങ്ങ് എഴുതി. എന്താ 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 എഴുതിയത്? ഉനക്കതൊന്നും തെരിയ വേണ്ട. ശരി പോട്ടെ. എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 11ാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു. അതെന്താ കിട്ടാൻ വയ്യോ? കിട്ടലൊക്കെ സമയത്തിന് കിട്ടി. പിന്നെ എടാ പ്രതിശ്രുത വരനാണെങ്കിലും കല്യാണத்துக்கு മുമ്പ് ഞാൻ പരപുരുഷനാണ്. അങ്ങനെയുള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ്ണക്കൂടാതെ. അതുതാൻ ശുചീന്ദ്രം വൈത്തിസ്വാമി മഠത്തോടെ സെറ്റപ്പ്. കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടെപ്പോഴെങ്കിലും അമ്മ അപ്പാവുക്ക് ലെറ്റർ പോട്ടതുണ്ടാ? അമ്മാവാ? ആമാ പ്ലീസ് സൊല്ലുപ്പാ. ഒരു വാട്ടി. എപ്പോ? എടാ അത് ഇങ്ക വെച്ചല്ലടാ. പിന്നെ അപ്പ ഇരുന്നതുക്ക് അപ്പുറം അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അന്ന് അവൾ ഗർഭിണിയായിരുന്നു. ഞാൻ അന്ന് വെല്ലൂരിൽ MCH പഠിക്കുന്ന കാലം. ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ. അത് മതിയെന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി. എന്നുമുള്ള അവളുടെ കോലമിടിയും മറുനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി. വയ്യായികകൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു സന്തോഷത്തോടെ. മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും. ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത്. കാരിയറിലോ? ആമാ, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അമ്മാവുക്ക് ഒരാശ, ഒരു മസാല ദോശ സാപ്പിടണമെന്ന്. വയറ്റിൽ കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ, തോന്നാതിരിക്കോ? പപ്പടത്തിനിടയിലായിട്ട് കാരിയറിൽ ഒരു കുറിപ്പ്. വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം. അയ്യോ പാവം. പാവം നീ കേക്ക്. രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര്, പ്രത്യേകിച്ച് ഈ പെൺവർഗം, അതാദ്യം തുറന്നു നോക്കും. അവളുടെ വെജിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയിൽ. ആമാണ്ട, രുക്മിണിയുടെ പ്രേമകടിതം ചെന്ന് പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യില്. കാഞ്ഞിരപ്പള്ളിക്കാരി നസ്രാണിച്ചിക്ക് കുരുമുളകിന്റെ എരിവാ നാക്കിന്. ഒന്നിന് പകരം 13 മസാല ദോശ വാങ്ങിച്ചിട്ടേ തലയൂരാൻ പറ്റിയുള്ളൂ. 12 അവറ്റകൾക്ക്, 1 പാവൻ രുക്കുവിന്. പ്രസവം അടുത്തപ്പോ
അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു. സീമന്തം, വളകാപ്പ് എല്ലാം സമ്മതിച്ചു. പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം. ഈ മാമൂലും ആചാരവും ഒക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശടിച്ചു. ചേടാ, ഇവന്റെ ടെൻഷനും വെപ്രാളും കാണുമ്പോഴാ ഇതാ ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവ വേദന അനുഭവിക്കുന്നതും പ്രസവിക്കാൻ പോകുന്നതും. അകത്ത് ലേബർ റൂമിൽ കിടന്ന് ഞെരിപരി കൊള്ളുന്നത് എന്നോട് വൈഫാക്കും രുക്മിണി. മഞ്ഞ് കിടയാത്. എനിക്ക് അല്പം ടെൻഷനൊക്കെ ഉണ്ടാവും. മണിയൊന്നാവുകൊന്നും ഇരിക്കാതെ. ചേടാ, ഇവനെ അഡ്വൈസ് പണ്ണ വന്നത് പെരിയ തപ്പാ പോച്ചേ. கங்க்ராட்ஸ் பாலு, இட்ஸ் a boy. ഓ ആൺകുഴന്തയാക്കുമാ? ஆமாங்க, രുക്മിണി, ரெண்டு பேரும் சௌக்கியம், நார்மல் தான். കടവുളേ. அம்மா குழந்தை கிருஷ்ணனே வந்து பிறந்திருக்காண்டா. ആണ്ടവാ. പൂരം നക്ഷത്രം, ശുഭജനനം, ദീർഘായുസാക്കുമേ. உங்க ஆசை மாதிரியே ஆண் குழந்தை. சந்தோஷம் தானே? സന്തോഷം. മതിമറന്നുള്ള ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. സ്വർഗം പോലുള്ള ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് വരെ അസൂയ തോന്നി. വെറും ഒരു പനിയായിട്ടാണ് തുടങ്ങിയത്. കാര്യമാക്കിയില്ല. മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയയായി. രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. പക്ഷേ சாகரத்தை பத்தி எனக்கு கவலை இல்லை. நீங்க வருத்தப்படக்கூடாது. எத்தனையோ ஜென்மத்துல கிடைக்காத அன்பும் அமைதியும் உங்ககிட்ட இருந்து கிடைச்சது. அதுவே தாராளம். நம்ம ராஜு அவனை விட்டு போறதுக்கு தான் நான் இல்லாத குறை அவன் மனசுல வரவே கூடாது. அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன். Appa, you need a drink. വാ കണ്ണാ. பாலு இத பாத்தியாடா? Appa, admission card.
பாருக்கு would be engineer of tomorrow. நம்ம புள்ளையடி. என் கண்ணு அவனுக்கு கிடைக்காம இருக்குமா? என் ராஜா பா. അടുത്ത വ്യാഴാഴ്ചയല്ലേ കോളേജ് തുറക്കുന്നത്? അപ്പൊ ബുധനാഴ്ച നിനക്ക് പോണം. അതെ. നമുക്ക് ഒരു പിക്നിക്ക് പോയാലോ? നമ്മുടെ എസ്റ്റേറ്റില് ഒരു 1 night over stay. താങ്ക് യു അപ്പ, യു ആർ ഗ്രേറ്റ്. ഒരു വഴിക്ക് പോവല്ലേ, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഗീതുവിനോട് കൂട്ടാം. ഞാൻ മണിയനോട് പറഞ്ഞോളാം. അപ്പാ എന്നാ പേടിക്കണ്ട, അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല. മണിയണ്ണനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല ശ്രീ. ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും ആശിച്ചിരുന്നില്ല. ആശയോടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ, ഹോസ്പിറ്റൽ, രോഗികൾ, അവരുടെ ചികിത്സ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം. മണിയണ്ണൻ നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകിയപ്പോ അറിയാതെ ശ്രീ, ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞു എന്ന്. ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ്, മകന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഈ ജീവിതം, അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന ശാഠ്യം എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേ ഉള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ, ഒരുപക്ഷെ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു പ്രോമിസ് പോലും ഞാൻ ആവശ്യപ്പെടില്ല. ഈ നല്ല മനസ്സിന് മുൻപിൽ എന്നോട് ക്ഷമിക്കൂ ശ്രീലക്ഷ്മി. വിധിയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയൊരാൾക്ക് ആശ കൊടുത്ത് ഇല്ല, എനിക്കതിന് ധൈര്യമില്ല. എനിക്കത് മനസ്സിലാവും. ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത്. ശ്രീ, ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക, അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ? ഞാനും അപ്പാവും
ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേ ഇല്ല. ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും. ആഴ്ചതോറും മതിയോ? ഡെയിലി ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ദിവസം ഒന്നിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും. പക്ഷെ പാവ അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും. അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ട് ആക്കും. രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിനുണ്ടാവില്ല. കണ്ടോളൂ, പ്രോമിസ്. ഓക്കേ തു, യു ആർ സോ സ്വീറ്റ്. അതെന്നോട് കടമയാക്കും രാജു. പാരുകണ്ണ, ഡെയിലി ഞാൻ നിനക്ക് ഓരോ കത്തയക്കും. അതുപോലെ നീ എനിക്കും. ഓക്കെ. പിന്നെ വീക്ക്ലി ട്വൈസ്. நான் வரேன். வேண்டாண்டா, எவ்வளவு தூரம் இருக்கு தெரியுமா? வேணா நான் அங்க வந்து உன்னை பாத்துக்கிறேன். വെക്കേഷന് மட்டுം വന്നാ മതി. ഹോളിഡേയ്സിലൊക്കെ അവിടെ ഇരുന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ വീക്ക്ലി ട്വൈസ് എന്ന് പറഞ്ഞതോ? അതോ വീക്ക്ലി ട്വൈസ്. എല്ലാ വ്യാഴാഴ്ചയും മധ്യാഹ്നം പുറത്ത് അറൌണ്ട് 4-4:30 ഞാൻ നിനക്കൊരു ഫോൺ ചെയ്യും. നീ ഹോസ്റ്റലില് ഫോണിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. ആൻഡ് എല്ലാ ശനിയാഴ്ചയും അതെന്നോട് ഓപ്പറേഷൻ ഡേ ആക്കുമേ, അറൌണ്ട് ദ സെയിം ടൈം 4-4:30 നീ എനിക്കൊരു കോൾ ബുക്ക് ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഡൺ ബോസ്. Be smart, man. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. പാട്ടിയോട് യാത്ര വയ്ക്കേ. നന്നാ പഠിക്കണുണ്ടാ, ദീർഘായുസായിരുടാ. இனிமே நான் உன்னை எப்படா பார்க்க போறேன்? நான் வெக்கேஷனுக்கு வருவேனே பாட்டி. பாட்டி, நீ தானே நேத்தைக்கு சொன்னேன் வருத்தப்படக்கூடாதுன்னு. அப்பா, நீங்க സ്റ്റേഷനുക്ക് വര വേണ്ട. വന്നാൽ വണ്ടി പുറപ്പെടുമ്പോ നമ്മൾ രണ്ടാളും വേണ്ട അപ്പാ. ശരിടാ കണ്ണ, அம்மா முன்னாடி போய் தொழுதுட்டு வா. நான் போயிட்டு வரேம்மா. அப்பாவை நல்லா கவனிச்சுக்கோ. ഇറങ്ങ വേണ്ട. ബാലു, എന്താ ബാലു, നീ വരില്ലേ സ്റ്റേഷനിലേക്ക്? ഞാൻ വേണ്ട, വെറുതെ എന്തിനാ? നിങ്ങളെല്ലാവരും വരുന്നുണ്ടല്ലോ, അതുവേ പോതും. പിന്നെ പാട്ടിയുടെ ഒറ്റയ്ക്ക് തന്നെ. ஏன் லைட் போடல? ஏண்டா லைட்ட போட்ட? அவன் கொஞ்ச நாள் இருட்டுல உட்கார்ந்துருந்தான்னா மனசுக்கு நிம்மதியா இருக்கும். அது எங்க உனக்கு தெரிய போறது? மணியண்ணாவுக்கு காஃபி.
காஃபியா இப்ப டைம் என்னாச்சு தெரியுமா? 7:30. இந்த டைம்ல யாராவது காஃபி சாப்பிடுவாங்களா? பாட்டி ஒரு குப்பி ஐஸ் வாட்டர் 2 கிளாஸ். நாங்க அந்த லோன்ல இருக்கோம். Well, my dear students, now I will introduce myself. I am Ramanathan, your professor, and I will teach you architectural engineering. You know, this is a professional college. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രൊഫഷനെ ലാക്കാക്കിയുള്ള വിഷയമാണ്. ഗിരിപ്രഭാഷണം കഴിഞ്ഞെങ്കിൽ സാർ കുറച്ചോട് മാറിന്നേ. രാമു എന്തായി കാണിക്കുന്നത്? ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. അല്ലെങ്കിൽ സീനിയേഴ്സിനെ കാണുമ്പോൾ ഇവറ്റേക്ക് ഒരു വിലയുണ്ടാവില്ല. ഗണേഷ് പ്ലീസ്. ആ കസേരയിൽ എങ്ങനെ പോയിരുന്ന ചെറിയ റെസ്റ്റ് എടുക്കും പ്രൊഫസറെ. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതൊരു ക്ലാസ് റൂം അല്ലേ? പ്ലീസ്. സാർ ഒരു കാര്യം ചെയ്യും, കണ്ടു നിൽക്കാൻ വിഷമാണെങ്കിൽ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയിച്ചു വാ. നിന്ന് ചിണങ്ങാതെ കാര്യത്തിലേക്ക് കിടക്കടാ. എഴുന്നേക്കടാ. എന്താ വള നിന്റെ പേര്? ശ്യാം. ശ്യാമ സുന്ദര പുഷ്പമേ, കയറുന്നില്ലടാ ബെഞ്ചില്. കയറാൻ. നിന്റെ പേരോ? വിഷ്ണുനാരായണൻ നമ്പൂതിരി. നിനക്കെന്താ ദിക്കുണ്ടോ? കുടുംബം മുറിച്ചിട്ട് എത്രയായി തിരുമേനി? ഉപനയനം കഴിഞ്ഞ് മുറിച്ചു. വേണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ കുടുംബം വെച്ച് നടക്കുന്ന ഒരു പുതിയ ഫാഷനായേനെ. കുടുംബം മാത്രം പോരാ, പൂണൂലും വെളിയിൽ കാണണം. ഈ ഷർട്ട് അതിനൊരു തടസ്സമാ അല്ലേ എളിയാ? ഇനി ഒരു ഓലക്കൂടെയും മെതിയും കൂടെ ആയ സംഗതി ക്ലീൻ. ഉപദ്രവിക്കരുത്, അപമാനിക്കരുത്. ഞാൻ പാവാണെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് ബോധ്യമാണ്ടേ. ഒരു കാര്യം ചെയ്യും, ഈ ബെഞ്ചിന്റെ മുകളിൽ കയറി വാപത്തി ഒന്ന് ഓച്ചാനിച്ച് നിന്നേ കാണട്ടെ. കയറടാ പാട്ട തമ്പൂരി. ശബ്ദം പുറത്ത് കേൾക്കരുത്. ആ ക്ലാസ്സിലിട്ടെങ്ങാനും പെടുത്തു കളയൂടാ. നിന്റെ പേരെന്താ? രാജു വിശ്വ. ഇവനാ റാങ്കുകാരൻ. പത്രത്തിൽ പടം വന്നത് കണ്ടിട്ടില്ലേ? ഓ, രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭ. എത്ര മുടക്കടാ റാങ്ക് ഒപ്പിച്ചെടുക്കാൻ? ഓൾ ഇന്ത്യ റാങ്കനാണ്. അപ്പൊ ഇവനാള് VIP ആണല്ലോ. ഇവനെ വെറുതെ വിട്ടാ പറ്റൂല. VIP ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം, അല്ലേ? മോശം. Please, boys. Please. Please. Come on, boys. Please, for heaven's sake, please behave yourself. ക്ലാസ് ടൈമിൽ ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമല്ലേ? ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരെ പരിചയപ്പെടാമല്ലോ. അത്രയെങ്കിലും ഡിസിപ്ലിൻ നമുക്ക് വേണ്ടേ? Please, boys. I plead to you. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു പോകണം. I beg you, my boys. Please. പ്രിൻസി കാല് പിടിക്കുന്നല്ലേ? എന്തോ വേണം? തൽക്കാലം ഇറങ്ങി കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും അനുസരണശീലമുള്ള നല്ലൊരു പ്രിൻസിയല്ലേ? പീക്കിരി പിള്ളേരെ മുമ്പ് ഓഫീസിന്റെ വെയിറ്റ് കളയണ്ട. രാമു പറഞ്ഞാ പിന്നെ ഞാൻ കപ്പിയിലില്ല. എന്നാ പോവാം. വാ. Sit down, please. Sit down. Mr. Ramanathan, carry on. എന്താടാ ബഹളം? ആ വിഷ്ണുവേ ശരണം, വിഷ്ണുവേ ശരണം, നാരായണ
അയ്യോ, നമ്മളെ ബാച്ചിലെ വിഷ്ണുനാരായണ നമ്പൂരിയല്ലേ അത്? ഈശ്വര, അടുത്ത ഒഴിവ് ഇനി ആരുടേതാണോ? ആരുടേതായാലെന്താ, ഒരിക്കലും ഒരാളെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കരുത്. സീനിയേഴ്സ് 5 പേര് വന്നാൽ നമ്മളൊരു 10 പേര് മുന്നിൽ നിന്ന് കവർ ചെയ്യണം. അത്ര തന്നെ. അല്ലാണ്ട് ഈ വക വൃത്തികേടൊന്നും മഴങ്ങാൻ വയ്യ. പറയാൻ എളുപ്പമാണ് രാജു. പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും ചങ്കുറപ്പ് വേണമെന്ന് മാത്രം. ഒരു പരിധി വരെയുള്ള റാഗിംഗ് ഒക്കെ ഓക്കെ, സഹകരിക്കാം. പക്ഷെ ഇത് അതിനപ്പുറമാണ്. വിഷ്ണു വളരെ പാവമായി പോയി. സീനിയേഴ്സ് എന്ന് പറയുമ്പോ ജൂനിയേഴ്സിനെല്ലാം പേടി. എന്തിനാണാവോ? ഇങ്ങോട്ട് വന്നാൽ അതേപോലെ അങ്ങോട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലാതെ ഒരെണ്ണത്തിനെങ്കിലും ഗട്സ് വേണ്ടേ അപ്പ? പഠിത്തം തുടങ്ങിയതേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതുകൊണ്ട് സമയം പോകാൻ ഒരു പ്രയാസവും ഇല്ല. ഐ എം ഹാപ്പി അപ്പ. കഴിഞ്ഞ ഒരാഴ്ചത്തെ റീഡിംഗ് സ്റ്റഡിയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഹെൽത്തും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ. ചിരിച്ചും കൊണ്ടേ ഓപ്പറേഷന് പോകാവുന്ന രാജുമോന്റെ ഓർഡർ ഉണ്ട്. കുഞ്ഞാലിക്ക അത് തെറ്റിക്കൂല. ധൈര്യമായിട്ട് കത്തിവെച്ചു. പോസ്റ്റ് ഹിം ഫോർ സർജറി ഓൺ നെക്സ്റ്റ് സാറ്റർഡേ. യെസ് ഡോക്ടർ. പിന്നെ കാണാ. ഡാടാ, നില്ല് നില്ല് നില്ല്. നിന്റെ പേരെന്താ? വർഗീസ് മാത്യു. നീ ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ട അലവലാദീസിന്റെ കൂടെ ചെത്തി നടക്കുമ്പോ ഞങ്ങളെ കണ്ട കണ്ണി പിടിക്കില്ല അല്ലടാ? സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവാഞ്ഞിട്ടാ. അല്ലാണ്ട് ആഹാ, സീനിയേഴ്സിനെ കണ്ടാ നിനക്ക് മനസ്സിലാവൂല അല്ലേ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പലതും മനസ്സിലാവാണ്ട പോകും. മുണ്ടിന്റെ മടിക്കുത്തഴിക്കാനായിരുന്നല്ലോ മടി. ഈ പാന്റ് അടിച്ച് തോളിലിട്ടുണ്ട് ഇവരുടെ മുന്നിൽ കൂടി നടന്ന ഹോസ്റ്റൽ വരെ പോകുമ്പോഴേക്കും മടിയൊക്കെ താനെ മാറും. ഒരു കളസം. അയ്യോ, ഞാൻ പ്ലീസ്. അവനിപ്പോ സമ്മതമില്ലെങ്കിലോ? നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വിളിക്കണ്ട. വർഗീസ് എന്റെ റൂംമേറ്റും ക്ലാസ്മേറ്റും ആണ്. അവനെ പരസ്യമായി അവമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അയ്യോ, കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ചുണ്ടി നമ്മിഞ്ഞയുടെ മണം മാറിയിട്ട് വാടാ ചെറുക്ക. ഇപ്പൊ മോൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പുല്ലാണ്ടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെണ്ടി? പേടിപ്പിക്കല്ലേ ചേട്ടാ. ഈ കോളേജ് ചേരാൻ നിങ്ങളെക്കാൾ 1-2 വർഷം വൈകി എന്ന വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. സീനിയേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അതാണ് പറഞ്ഞത്. സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കൊമ്പൊന്നും ഇല്ലെന്ന്. അടുത്ത വർഷം ഞങ്ങളും ആവും സാർ ഈ പറയുന്ന മഹാത്ഭുതം. വരട്ടാതെ. നീ രണ്ടും കെട്ടിച്ചാണ്. വേണമെങ്കിലാണ്. സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് പൃഷ്ഠം കുലുക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ വേറെ 3 പേരേ ഉള്ളൂ. ഞങ്ങളിതേ ഇത്രയും പേരുണ്ട്. പിന്നെ ദേ ഇവനും. നിങ്ങളൊന്ന് തോറ്റൂന്ന് വെക്കേ. പിന്നെ സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് ഈ താടിയും വേഷം വെച്ച് നടക്കാനൊക്കൂ? എന്തു പറയുന്നു ചേട്ടന്മാരെ? വേണോ നമ്മൾ തമ്മിൽ? തിരിച്ചു പോയാൽ മാനം പോയില്ല. നമ്മൾ ഇത്രയും പേരെ വിവരം അറിയുള്ളൂ. ചേട്ടന്മാര് ചെല്ല്. റാഗിംഗ് ഒക്കെ ആയിക്കോ ഒരു രസത്തിന്. പക്ഷെ മര്യാദ വിട്ടുള്ള കളി വേണ്ട. എല്ലാവരും ആ പാവം വിഷ്ണു നമ്പൂതിരി അല്ല. തോന്നിവാസം സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വടാ പോവാം. കണ്ണാ, അപ്പാ, എന്നെ ഇത് ദിടീർന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാമേ? നിനക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആവട്ടെന്ന് എഴുതി. നീ ഇപ്പടി இருக்க? സൗഖ്യം. ഇതെന്നോട് അപ്പാവാക്കും. സോറി, മൈ ഫാദർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. ഇതെന്റെ റൂംമേറ്റ്സ് ശ്യാം, വർഗീസ്. ആൻഡ് ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ് റഹീം, മോഹൻ. ഹലോ. വാ.
വർഗീസേ ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേ. ഒരു മറ്റൊന്നും വരാൻ പോണില്ല. അതിന് ചുണ്ണലെടുത്ത് നീ ജനിച്ചു പറഞ്ഞോടാ. ജൂനിയേഴ്സ് നീ സംഘടിപ്പിക്കല്ലടാ. എവിടാ നിന്നെ ആരാധകര്? വലിയ ഹീറോ പറ്റിയില്ലടാ അതിനെ രക്ഷിക്കാൻ. സീനിയേഴ്സിനെ കണ്ട നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല അല്ലേ? കോഴിക്കോട്ട് നിന്നോ? സോറി, ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തിയേറ്ററിലാണ്. ഒരു മേജർ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാണ്. എത്ര അർജന്റ് മാറ്റർ ആയിരുന്നാലും ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. വിവരം അറിയിച്ചാൽ തന്നെ അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂറുകൾ കഴിയും. സോ ലെറ്റ് us keep the call pending. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ സക്സസ് ആവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇത്രയും സമയമെടുത്തൊരു ഓപ്പറേഷൻ ഇതാദ്യമാണ് ഡോക്ടർ. സമയമെടുത്താൽ എന്താ, കുഞ്ഞാലിയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. താങ്ക് ഗോഡ്. ഹലോ, ബാലസുബ്രഹ്മണ്യം സ്പീക്കിംഗ്. Call from Calicut. Kindly hold on. Hello, Trivandrum BP Holding. Please speak. യെസ് മൈ ഡിയർ, ഹിയർ ദ ഹാപ്പി ന്യൂസ് കണ. കുഞ്ഞാലി ഈസ് സേവ്ഡ്. Hello, Dr. Balasubramaniam. യെസ് I am Principal Regional Engineering College, Calicut here. യെസ് സർ. Sorry, doctor. I have some bad news. ഡോക്ടറുടെ മകൻ രാജു വിശ്വം ഒരു ആക്സിഡന്റിൽ പെട്ടു. വാട്ട്? മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് കഴിവതും ശ്രമിച്ചു. പക്ഷേ we couldn't save your son. രാജു മരിച്ചു.
மணியண்ணா, அப்பா இறந்த போது கொல்லி வைக்கிறதுக்கு நான் இருந்தேன். எனக்கு கொல்லி வைக்கிறதுக்கு என் புள்ள இருப்பான்னு கர்வப்பட்டிருந்தேன். ஆனா இப்போ எனக்கு வாய்க்கரைச்சு போடுறது கூட அருமை இல்லை. பாலு, பாலு, அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன். ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? അതെ. ഒന്ന് കാണണം. ആരാ? മനസ്സിലായില്ല. ഞാൻ കൊല്ലത്തിനടുത്തുനിന്ന് വരിക. ബാബു കരുണാകരൻ. കരുണൻ മുതലാളി എന്ന് വിളിക്കും. ആ, ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാ.
ഫിഷിംഗ് ഫ്ലീറ്റ്, എക്സ്പോർട്സ്, കുറച്ച് അബ്കാരി, ഒരു ഇത്തിരി തോട്ടം, കൂപ്പ്, ഒട്ടുമിക്ക എല്ലാ ഇടപാടും ഉള്ളത് വെച്ചോ. എന്താ കാര്യം? ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിനോട് നേരിട്ട് പറയാനുള്ളതാ. ഒന്ന് വിളിക്കൂ. ഞാനാണ് ബാലസുബ്രഹ്മണ്യം. ഓ, ഐ സി. ഇത് അഡ്വക്കേറ്റ് മണിശങ്കർ അയ്യർ. എന്നോട് പറയുന്ന ഏത് കാര്യവും ഇദ്ദേഹത്തിന് കൂടി കേൾക്കാം. ഓഫ് കോഴ്സ്. അതിനിപ്പോ എന്താ? അല്ലെങ്കിൽ രഹസ്യമൊന്നും എനിക്ക് പറയാനുമില്ല. മകന്റെ കാര്യം എനിക്കങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്തു. വലിയ ട്രാജഡി ആയിപ്പോയി. പൂവർ ബോയ്. നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ, അല്ലേ? അതും ഒറ്റ മോൻ. കഷ്ടം. നിങ്ങൾ വന്ന കാര്യം പറയൂ. അതെ അതെ, ഉടപ്പറന്ന പോലത്തെ മകൻ ഒരു അനന്തരവൻ പയ്യനുണ്ട്, രാമു. തന്തയില്ല, ഇത്തിരി കൂടുതൽ ലാളിച്ചു, കൈ നിറയെ കാശും, കുറച്ച് കുസൃതി കൂടുതലായി പോയി. പക്ഷെ ആളൊരു പാവാണ്. അല്ല, അവനും കൂടെ ചേർന്നാ നമ്മുടെ ചെറുക്കനെ എന്ന് വെച്ച് മനഃപൂർവ്വമല്ല, അവനും കൂട്ടത്തിൽ ചേർന്നേ ഉള്ളൂ. പിള്ളേരല്ലേ, ഒരു വാശിക്കം കിളകി. ചേടാ, പേടിച്ചോടി നിങ്ങളുടെ ചെറുക്കൻ ടെറസിന്റെ മുകളിൽ താഴേക്ക് ചാടുമെന്ന് അവരെങ്ങാനും കരുതിയോ? എന്തിനാ വിസ്തരിക്കുന്നേ? ആ ചെറുക്കൻ അത്രേ വിധിച്ചിട്ടുള്ളൂ ആയുസ്. പാവം. കോടതി കേസ് നടക്കുന്നുണ്ട്, ചുമ്മാതെ. അതിന് വലിയ കാര്യമൊന്നുമില്ല, ഒരു ഫോർമാലിറ്റി. അപ്പോൾ എന്റെ അനന്തരവനും കൂടി ചേർന്ന് പറ്റിപ്പോയ കൈവശമായതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അന്വേഷിച്ചത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഡോക്ടർക്കൊരു സാമ്പത്തിക സഹായം ആവശ്യമില്ല എന്ന് ബോധ്യമായി. എന്നാലും അങ്ങനെയല്ലല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ചെറുക്കനോടുള്ള ഡോക്ടറോട് സെന്റിമെന്റ്സ് 4 പേരറിയാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരു മെമ്മോറിയൽ പോലെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പേവാർഡ് റൂമോ, ഒരു പുതിയ വേറെന്തെങ്കിലും ഒരു സംഗതി നമുക്ക് തട്ടിക്കൂട്ടാം. അതിന്റെ മുമ്പിൽ നല്ല കോസ്റ്റ്ലി മാർബിളിൽ ഈ നെവർ ലവിംഗ് മെമ്മറി ഓഫ് ആ ചെറുക്കന്റെ പേര്. അതെ, സൺ ഓഫ് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. പിന്നെ ഡൊണേറ്റഡ് ബൈ ബാബു കരുണാകരൻ നീണ്ടകര. ഉദ്ഘാടനത്തിന് ഹെൽത്ത് മിനിസ്റ്ററെയോ വേണമെങ്കിൽ CM-നെ വരെ ഞാൻ കൊണ്ടുവരാം. എന്നാലേ വേണ്ട പബ്ലിസിറ്റി കിട്ടും. ഏത്? എന്റെ മകന്റെ ജീവന് വില വേണോടാ പട്ടി. ഇറങ്ങാൻ വീട്ടിൽ ഇറങ്ങാൻ. ആരെയാണ് നോവിച്ചു വിടുന്നത് തനിക്ക് മനസ്സിലായിട്ടില്ല? മനസ്സിലായി. നിന്റെ തദ്ദേ ചീഞ്ഞു കൊടുത്ത മീൻ വാരി വിറ്റുണ്ടാക്കിയ ചില്ലറയുടെ മോളി പടഞ്ഞിട്ടിരുന്ന് പൃഷ്ഠം കുലുക്കാനേ നിനക്കൊക്കെ അറിയൂ. മനുഷ്യന്റെ മനസ്സും നമ്പരവും മനസ്സിലാക്കാൻ നിന്റെ വർഗം 100 ജന്മം ജനിക്കണം. ഇറങ്ങണ വഴിയില് ഇറങ്ങാൻ. അവനോടിത് വേണം. നീ ഒന്ന് കൊടുത്തത് നന്നായേ ഉള്ളൂ. നീ കുടിച്ചില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞാൽ നീ തപ്പാ എടുക്കാൻ മാട്ടിയേ. കൊഞ്ചം നാളായി ബാലു, ചെടിയിൽ നിന്റെ ടെമ്പർ ലൂസ് ചെയ്യുന്നു. ഓപ്പിൽ വെച്ച് രോഗികളോട് നീ ശുണ്ടിയെടുത്തു. ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ആരോടൊന്നില്ലാതെ പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്യുന്നു. ആലോചിച്ചു പാര്, ഇത് ശരിയാണോ? ആരുടെ ശരി എനിക്കറിയണ്ട. ഞാൻ ഫ്ലെയറപ്പ് ചെയ്യും, ചീത്ത വിളിക്കും, ചിലപ്പോൾ ടെമ്പർ ലൂസ് ചെയ്ത് കൈവയ്ക്കും. അത് എന്നോട് ഇഷ്ടം. അതിന്റെ ഭവിഷ്യത്ത് ആരും ഷെയർ பண்ண വേണ്ട. ഉപദേശിക്കാൻ 100 പേരുണ്ട്. എന്റെ മനസ്സിലെ തീ ആരും കാണില്ല. കേൾക്കണ്ട എനിക്ക്. ഐ ഡോണ്ട് കെയർ. ലീവ് മീ അലോൺ. സോറിടാ ബാലു, ഞാൻ சொன்னதே நீ ராங்கா எடுத்துட்ட. டசன்ட் மேட்டர். அப்ப என்னடா இந்த டைம்ல
എന്നോട് ഞാനിങ്ങനെ സംസാരിക്കരുതായിരുന്നു. ഐ എം സോ സോറി. ഞാൻ പറയാം. இல்லடா மணி, ஏண்டா மணி, அவன் பேசுற பேச்ச கேட்டு நீ போறியா? പോകണമെന്നുള്ളവർ പോട്ടും പാട്ടി, പോട്ടും. മനസ്സിൽ ഇരുട്ട് കയറി തളർന്നു നിൽക്കുമ്പോ സമനില നഷ്ടപ്പെട്ട് അറിയാതെ നാവിൽ നിന്ന് വല്ലത് ഊർന്നു വീണ അതാണ് വലുതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് എന്നോട് ഫേറ്റ്. நீங்க போங்க மணியண்ணா, போங்க. எனக்கு எப்படியாடா போக முடியும்? என்னமோ தெரியல மணியண்ணா, എന്റെ മനസ്സ് എന്റെ പിടിവിട്ടു പോകരുത്. എന്തായി തീരുമെന്ന് എനക്ക് ഭയമായിരിക്ക്. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടു നിൽക്കുന്ന രാമു, ക്രിസ്റ്റി, ഗണേഷ്, അൻസാർ എന്നിവർക്ക് മരണമടഞ്ഞ രാജു വിശ്വത്തിനോട് പൂർവ്വവൈരാഗ്യമുള്ളതായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. സാക്ഷിമൊഴികളൊന്നും രാജു വിശ്വത്തിന്റെ കൊലപാതകത്തിന് പ്രതികൾ മനഃപൂർവ്വം ഉത്തരവാദികളായെന്ന് തെളിയിക്കുന്നുമില്ല. പെട്ടെന്നുള്ള വികാരാവേശത്തിന്റെ പ്രകോപനം മാത്രമാണ് രാജുവിനെ പിന്തുടർന്ന് ഓടിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. പരാജിതനാകരുതെന്ന വാശി മൂലമുണ്ടായ അത്യാവേശം രാജു വിശ്വത്തിന്റെ മനോനില തെറ്റിച്ച് അയാളെ സ്വയം മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണുണ്ടായതെന്ന പ്രതിഭാഗം വാദം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. മുൻ കുറ്റങ്ങളൊന്നും പ്രതികളുടെ മേൽ ആരോപിക്കപ്പെടുകയോ സ്ഥാപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതും പ്രതികളുടെ പ്രായവും പ്രത്യേക പരിഗണനയിൽ എടുത്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രതികൾ ശിക്ഷാർഹരല്ലെന്ന് കണ്ട് കോടതി അവരെ നിരുപാധികം വിട്ടയക്കുന്നു. I object. ഇവരെ ശിക്ഷിക്കാൻ ഈ നീതിപീഠത്തിന് കഴിയില്ലെങ്കിൽ ഇവരെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മകന്റെ രക്തത്തിന് ഇവർ കണക്ക് പറഞ്ഞേ തീരൂ. ഞാൻ പറയിക്കും. I will not leave them free.
എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, ഈ കഴിവേറുടെ മനെ ഇളനിലം കൊടുത്ത് ലാള് ചിത്രയെ വഷളാക്കിയിട്ട് അവളെ കിടന്ന് വിളിക്കുന്നു എന്റെ ഭഗവാനെ ഉണ്ട്. പോലീസിൽ വിവരം അറിയിച്ചാലോ? എന്നിട്ടെന്തിനാ ആ പേരും പറഞ്ഞു കൂടി അവറ്റകളെ പണിവാങ്ങാൻ വരും. ഈ വക കാര്യങ്ങളിൽ അവനവന്റെ രക്ഷ അവനവൻ തന്നെ നോക്കണം. ഡോക്ടർ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവനെ പുറംകടലിൽ ഫ്രണ്ട് സാഹിബിന്റെ അടുത്ത് എത്തിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. നീ പോയി ബോട്ടർ ക്ലാവിൻസന്റെ. ശരി സർ. വാടാ. ആ കിടക്കത്തെ നമ്മുടെ ബോട്ടല്ലേ? അതെ. അങ്ങോട്ട് അടുപ്പിച്ച്.
ഇതിനാണോ അതിനെയൊക്കെ ഞാൻ തീറ്റിപ്പോരുന്നത്? എവിടെടാ പട്ടരെ? അരുത്, കൊല്ലരുത്, വേണ്ടപ്പ, അരുത്, വേണ്ടപ്പ. അരുത്, കൊല്ലരുത്, അരുത്, വേണ്ടപ്പ, വേണ്ടപ്പ, വേണ്ട, അരുത്, 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 കൊല്ലരുത്, 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 വേണ്ടപ്പ, 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 വേണ്ടപ്പ.
സഹപാഠികളും അധ്യാപകരും ചേർന്ന് ആ വിദ്യാർത്ഥിയുടെ സ്മാരകമായി ഇവിടെ ഒരു എൻറോൾമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ എക്സാമിനേഷനിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് രാജീവ് വിശ്വ മെമ്മോറിയൽ സ്കോളർഷിപ്പ് നൽകുന്നതായിരിക്കും. താങ്ക് യു, താങ്ക് യു. എന്റെ രാജുവിനെ ഓർത്തതിന് നന്ദി. He was my only son. അവന് വേണ്ടിയാണ്, അവന് വേണ്ടി മാത്രമാണ് ഈ പാവം അച്ഛൻ ജീവിച്ചത്. പക്ഷേ ഐ നോ, യെസ്, ഇറ്റ്സ് ഫേറ്റ്. എന്റെ മകന് സ്മാരകമായി മാറേണ്ടത് ഇവരാണ്. എന്നും നിലനിൽക്കുന്ന സ്മാരകങ്ങൾ മരിച്ചുപോയ എന്റെ മകന്റെ സ്ഥാനത്താണ് ഈ 4 പേരെ, 4 മക്കളെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. എന്റെ രാജു ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചുമെടുക്കാനായി എന്തെല്ലാമായി തീരുമായിരുന്നുവോ അതെല്ലാമായി തീരുവാൻ ഇവർക്ക് നിങ്ങൾ അവസരം കൊടുക്കണം. എന്റെ ഈ 4 മക്കൾക്ക് എന്റെ മകൻ മരിച്ചിട്ടില്ല, മരിക്കില്ല. സന്തോഷമായിരിക്കെ, സമാധാനമായി. താങ്ക് യു. Oh